ഫ്രണ്ട്സ്, നമ്മളുടെ ഹാബിറ്റ്സാണ് നമ്മളുടെ ലൈഫിൻ്റെ ഡയറക്ഷനെ തീരുമാനിക്കുന്നത്. ആരൊക്കെയാണോ ഇന്ന് വലിയ സക്സസ് കൈവരിച്ചിട്ടുള്ളത് അവരെല്ലാവരും സ്ട്രോങ് ഹാബിറ്റ്സ് അവരുടെ ലൈഫിൽ ബിൽഡ് ചെയ്തവരാണ്. നല്ല ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമൊന്നുമല്ല. കൺസിസ്റ്റൻസി, ശരിയായ മൈൻഡ് സെറ്റ്, ഇതാണ് ഇതിനാവശ്യം. ഇന്ന് നാം 20 പവർഫുള്ളായ ഹാബിറ്റ്സിനെ പറ്റി നോക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും ഈ ഒരു ഹാബിറ്റ്സ് നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നമ്പർ 1, നോക്ക് ഓൺ. 18+ വീഡിയോസുകൾ കാണുന്നത് നിങ്ങളുടെ ചിന്തകളെ തെറ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് നയിക്കും. നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഇത് എഫക്റ്റ് ചെയ്യും. സോ എന്തൊക്കെ കാര്യങ്ങളാണോ ഇത്തരം വീഡിയോസുകൾ കാണാൻ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നത്, ആ കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ ടൈമിനെ നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ലൈക്ക് സ്റ്റഡിങ്, എക്സസൈസ്, പുതിയ ഹോബീസ് എറ്റ്സെട്ര. എപ്പോഴാണോ നിങ്ങളുടെ എനർജിയെ ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ മുതൽ പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 2, എക്സസൈസ് എവറി വീക്ക്. വീക്കിലി 3 to 4 ഡേയ്സ് എങ്കിലും മസ്റ്റായിട്ടും എക്സസൈസ് ചെയ്യുക. ഇതിലൂടെ നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് രണ്ടും ഹെൽത്തി ആയിട്ടിരിക്കും. നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് നിങ്ങളുടെ ടൈമിനെയും നിങ്ങൾക്ക് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇത് നിങ്ങളുടെ മൈൻഡിനെ പീസ്ഫുൾ ആക്കും. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. സോ കുറച്ച് സമയം നിങ്ങളുടെ ഫിറ്റ്നസ്സിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആക്കും. നമ്പർ 3, റീഡ് ഡെയിലി 10 pages. ദിവസവും 10 പേജസ് വായിക്കുക. അത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ബുക്കോ ഹിസ്റ്ററി ബുക്കോ ഏതുമായിരിക്കാം. ഇത് നിങ്ങളുടെ നോളജിനെ ഇമ്പ്രൂവ് ചെയ്യും. സോ ഇതിലൂടെ നിങ്ങളുടെ തിങ്കിങ് കപ്പാസിറ്റിയും നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നല്ല ബുക്സ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ലഭിക്കും, പുതിയ പേഴ്സ്പെക്റ്റീവ്സ് ലഭിക്കും. റെഗുലറായി വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് നിങ്ങളുടെ ലൈഫിനെ ഇമ്പ്രൂവ് ആക്കാനുള്ള പുതിയ ടൂൾസിനെയും നിങ്ങൾക്ക് ലഭിക്കും. നമ്പർ 4, anger is not your friend. Control it before it controls you. എപ്പോഴാണോ ആങ്കർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുക്കും. സോ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, പീസ്ഫുൾ ആവുക. നിങ്ങളുടെ മൈൻഡ് കാമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല ഡിസിഷൻസ് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ സാധിക്കും. നമ്പർ 5, ആൾവേസ് സ്റ്റേ നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റ് നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. ട്രൈ ചെയ്യൂ നിങ്ങളുടെ 80% ടൈമും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ. ഇത് നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കും. ആൻഡ് നിങ്ങളുടെ ടാസ്കുകളെയും നിങ്ങൾക്ക് എഫിഷ്യൻ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. സോ നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും വർദ്ധിക്കും. നമ്പർ 6, ഡോണ്ട് ഇംപ്രസ് എനിവൺ, സ്പെഷ്യലി ഗേൾസ്. ആരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലൗണിനെ പോലെ അവരോട് പെരുമാറാതിരിക്കുക, എസ്പെഷ്യലി വുമൻസിനോട്. നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഫേക്കായിട്ട് കാണിക്കുമ്പോൾ നിങ്ങളുടെ ട്രൂ സെൽഫിനെ നിങ്ങൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആരൊക്കെയാണോ റിയൽ ആയിട്ടുള്ള നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അവരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ് പാർട്ട്ണർ. സോ നിങ്ങളുടെ വാല്യൂസിനെ മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ എംബ്രേസ് ചെയ്യുക. നമ്പർ 7, വർക്ക് ബിഫോർ ഫൺ. ഫണ്ണായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ വർക്ക്സ് എല്ലാം കറക്റ്റ് ടൈമിൽ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു റിയൽ ഹാപ്പിനെസ് നിങ്ങളുടെ മൈൻഡിൽ ഫീൽ ചെയ്യും. ഇത് നിങ്ങളെ ഡിസിപ്ലിൻഡ് ആക്കി വയ്ക്കും. ആൻഡ് നിങ്ങളുടെ ഗോൾസിൻ്റെ മേലെയും നിങ്ങളെ ഫോക്കസ്ഡ് ആക്കി വയ്ക്കും. എപ്പോഴാണോ നിങ്ങളുടെ വർക്ക്സിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആൻഡ് സക്സസ് ഇത് രണ്ടും വരും. നമ്പർ 8, സ്മോക്കിംഗ് ഹാം. സ്മോക്കിംഗ് എന്നുള്ളത് നിങ്ങളുടെ ബോഡിക്ക് വളരെയധികം ഹാംഫുള്ളാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമെങ്കിലും ലോങ് ടൈമിലേക്ക് ഇതുമൂലം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. സോ നല്ല ഹെൽത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ശീലം നിർത്തുക. എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് ഫ്യൂച്ചറിൽ വളരെയധികം നെഗറ്റീവായിരിക്കും. സോ നിങ്ങളുടെ ഹെൽത്തിന് വാല്യൂ നൽകുക, ബെറ്റർ ചോയ്സസ് എടുക്കുക. നമ്പർ 9,
Forgive, but don't avoid these lessons. ക്ഷമിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ അതിൽ നിന്ന് നാം ലേൺ ചെയ്ത ലെസൺസിനെ ഒരിക്കലും മറക്കരുത്. ആളുകൾ തെറ്റുകൾ ചെയ്യും. എന്നാൽ ആ ഒരു തെറ്റുകളിൽ നിന്ന് നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങളെ സ്ട്രോങ് ആക്കും. ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാം മറന്നിരിക്കുന്നു എന്നുള്ളതല്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച ലെസൺസ് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. സോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഫ്രണ്ട്സ്, ലൈഫിലെ ഓരോ പുതിയ എക്സ്പീരിയൻസും ഓരോ പുതിയ ലെസൺസിനെ നിങ്ങൾക്ക് നൽകും. ഇത് നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കും. നമ്പർ 10, ഹാവ് എ വിഷൻ, ഹാവ് എ പർപ്പസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലിയർ പർപ്പസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ കഠിനമായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ആൻഡ് നിങ്ങൾ പോകേണ്ട ഡയറക്ഷൻ ക്ലിയർ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. വിഷൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും ആൻഡ് പർപ്പസ് ഡിറ്റർമിനേഷനെയും. സോ നിങ്ങളുടെ ഗോൾസിനെ ക്ലിയർ ആക്കി വയ്ക്കുക ആൻഡ് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷനോട് കൂടി മുന്നോട്ട് പോവുക. ഇത് നിങ്ങളെ സക്സസ്ഫുൾ ആക്കി മാറ്റും. നമ്പർ 11, ഡു നോട്ട് അലൗ യുവർ സെൽഫ് ടു ബി ഡിസ്റെസ്പെക്റ്റഡ്. ഒരിക്കലും നിങ്ങളുടെ സെൽഫിനെ ഡിസ്റെസ്പെക്റ്റഡ് ആവാൻ അനുവദിക്കരുത്. എല്ലാവർക്കും റെസ്പെക്റ്റ് ലഭിക്കണം. ഇനി ആരെങ്കിലും നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെ വാല്യൂസിനെ മനസ്സിലാക്കി ബൗണ്ടറീസിനെ സെറ്റ് ചെയ്യുക. നിങ്ങളെ ആരെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടി നിങ്ങൾ തല ഉയർത്തുമ്പോൾ ഇത് നിങ്ങളുടെ സെൽഫ് വർത്തിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എത്രത്തോളം വാല്യൂ നൽകുന്നുണ്ട് എന്ന്. നമ്പർ 12, ഡു നോട്ട് പ്ലേ വിത്ത് യുവർ ഫിനാൻഷ്യൽ കണ്ടീഷൻ. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് വെച്ചുകൊണ്ട് ഒരിക്കലും കളിക്കരുത്. ക്യാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻസിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഫ്യൂച്ചറിൽ ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ വന്നേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് ആൻഡ് സേവിങ്സിൻ്റെ മേലെ മുഴുവൻ കൺട്രോളും ഉണ്ടായിരിക്കണം. ഫൈനാൻഷ്യൽ പ്ലാനിങ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സുരക്ഷിതമാക്കും. ഇന്ന് നിങ്ങളെടുക്കുന്ന ചെറിയ ഡിസിഷൻസാണ് നാളത്തെ നിങ്ങളുടെ ലൈഫിനെ ഷെയ്പ്പ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്പർ 13, മണി ക്യാൻ ബൈ എവറിത്തിങ്, ദീസ് ആക്ട് നോട്ട് ഗുഡ്. എപ്പോഴാണോ നിങ്ങൾ കാശ് യൂസ് ചെയ്തുകൊണ്ട് ലവ്, അഫെക്ഷൻ ഇതെല്ലാം വാങ്ങാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ലവ് ഒരിക്കലും ജെന്യൂൻ ആയിരിക്കില്ല. നിങ്ങൾ കാശ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരിക്കലും ലോങ് ടൈം ഹാപ്പിനെസ് നൽകില്ല. സ്നേഹം, റെസ്പെക്റ്റ് എന്നൊക്കെ ഉള്ളത് ഒരു നാച്ചുറൽ ബോണ്ടിങ് ആയിരിക്കണം. ഇതൊരിക്കലും കാശ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. ഒരു റിലേഷൻഷിപ്പ് റിയലി സ്ട്രോങ് ആവുന്നത് എപ്പോഴാണെന്നാൽ മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുക്കളെ വിട്ട് നാച്ചുറലി രണ്ടുപേർക്കും ഇടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുമ്പോഴാണ്. നമ്പർ 14, ഡു നോട്ട് ഐഡൻറ്റിഫൈ ആസ് റിയൽ മാൻ, ദർ ആർ നോ സച്ച് തിങ്സ്. ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല നിങ്ങളൊരു റിയൽ മാൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തന്നെ ഒരു സെൽഫ് വർത്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആക്ഷൻസിലൂടെ ഇത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. നമ്പർ 15, ലേൺ ഹൗ ടു ഡിഫെൻഡ് യുവർ സെൽഫ്. സ്വയം നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഈ രണ്ട് ആസ്പെക്ട്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയെ പറ്റി അവെയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. സെൽഫ് ഡിഫെൻസുമായി ബന്ധപ്പെട്ട നോളജ് നിങ്ങളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. സോ നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഡിഫെൻസീവ് സിസ്റ്റം ഇംപ്രൂവ് ആകും. നമ്പർ 16, നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ഫാൾ, റൈസ് അഗെയിൻ. നിങ്ങൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടെങ്കിലും വീണ്ടും അവിടെ നിന്ന് എണീക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. ലൈഫിൽ ചലഞ്ചസ് വരും. സോ നമ്മളവിടെ താഴെ വീണെന്ന് വരാം. എന്നാൽ ഇങ്ങനെ വീണ് പോയാലും വീണ്ടും നിങ്ങൾ എണീറ്റ് മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇത് നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കി മാറ്റും. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്പർ 17, ഡു നോട്ട് ഡിസൈഡ് ഓൺ ഹെർ ഫ്രണ്ട്. ഒരു പെൺകുട്ടി നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മിഷനെ അവിടെ വെച്ച് തന്നെ നിർത്തുക. പിന്നെ ഒരിക്കലും അവരെ ഫ്രണ്ടാക്കാൻ പോലും നിങ്ങൾ കൂട്ടാക്കരുത്. ലോകത്തിൽ 3,97,00,000 വുമൻസ് ഉണ്ട്. സോ ഒരു റിജക്ഷനെയും നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കാതിരിക്കുക. നിങ്ങളുടെ സെൽഫ് വർത്തിനെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമ്പർ 18, യുവർ ഫ്രണ്ട്സ് വിൽ ബിൽഡ് യു ഓർ ബ്രേക്ക് യു, ചൂസ് വൈസ്ലി.
നിങ്ങൾക്കുള്ള ഫ്രണ്ട്സ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കും, അല്ലെങ്കിൽ മോശമാക്കും. ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ ആക്ഷൻസ് ഇതിനെയെല്ലാം നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നേറും. സോ ബാഡ് ഫ്രണ്ട്സിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അവർ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനെ ഇല്ലാതാക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വൈസ്ലി ചൂസ് ചെയ്യുക. നമ്പർ 19, റെസ്പെക്റ്റ് യുവർ പാരൻസ്. നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരുപാടധികം കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ആ ഒരു കെയർ ആൻഡ് ലവ് ഇതിനോടൊക്കെ നിങ്ങൾ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക. അവർക്ക് മതിപ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ വാല്യൂസിനെ വർദ്ധിപ്പിക്കും. സോ അവരുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടുവരും. നമ്പർ 20, എൻഡഡ് വിത്ത് ഗാഡ്. 2025 സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്നുള്ളത് ദൈവത്തോടൊപ്പം ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഡിവൈൻ പവറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ലൈഫ് പർപ്പസ്ഫുള്ളായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ കഠിനമായിട്ട് പരിശ്രമിക്കുക. ഈ ഒരു യൂണിവേഴ്സിനോട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുക. സോ ഈ ഒരു 20 ഹാബിറ്റ്സിന് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റാനുള്ള പവർ ഉണ്ട്. ഓർക്കുക, ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു ദിവസം തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും മാറ്റണമെന്ന് ആവശ്യമില്ല. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുക. ആൻഡ് എല്ലാത്തിനേക്കാളും ഉപരി നിങ്ങളുടെ മേലെ വിശ്വാസം അർപ്പിക്കുക. നിങ്ങളുടെ ഗ്രോത്ത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഈ ഒരു ഹാബിറ്റ്സ് എന്നുള്ളത് അതിലേക്കുള്ള ഒരു ബിഗിനിങ് മാത്രമാണ്. ഇത് നിങ്ങൾ തുടർന്ന് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ബെറ്റർ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.